നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണ വിഷയം മാനവവംശത്തിൻ്റെ യാത്ര, ചരിത്രവും ഭാവിയും എന്നതാണ്. ഈ ശാസ്ത്ര പ്രഭാഷണത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയും ആദിമ യാത്രകളും ഞാൻ വിവരിക്കും. 2ാം ഭാഗത്തിൽ ശാസ്ത്ര സാങ്കേതിക വിപ്ലവങ്ങളും നാം ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികളും പൊതുജനങ്ങളും എന്നോട് മനുഷ്യോൽപ്പത്തിയെപ്പറ്റിയും മനുഷ്യവംശത്തിൻ്റെ ഭാവിയെപ്പറ്റിയും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മുന്നോട്ട് പോകും. പ്രപഞ്ചോൽപ്പത്തി കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷമാണ് മാനവവംശത്തിൻ്റെ തുടക്കം? ഇതാണ് ആദ്യത്തെ ചോദ്യം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ഒരു പരമാണുവിൽ നിന്നാണ്. ഏതാണ്ട് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മഹാവിസ്ഫോടനം. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം. ഇതിൽ ദൃശ്യപ്രപഞ്ചവുമുണ്ട്, അദൃശ്യപ്രപഞ്ചവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ വലുപ്പത്തെപ്പറ്റി ഇന്നും ശാസ്ത്രലോകത്തിന് കൃത്യമായ ധാരണയില്ല. 1 കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുള്ളൻ ഗാലക്സികളിൽ തുടങ്ങി 1 ലക്ഷം കോടി നക്ഷത്രങ്ങൾ വരെ അടങ്ങുന്ന അതിസ്ഥൂല ഗാലക്സികൾ വരെ ഈ മഹാപ്രപഞ്ചത്തിലുണ്ട്. അതിൽ ആകാശഗംഗ അതായത് ക്ഷീരപഥം, മിൽക്കി വേ എന്നറിയപ്പെടുന്ന താരാപഥത്തിലെ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് ഭൂമി. ഭൂമിയിൽ ഏതാണ്ട് 370 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞ ജീവൻ്റെ ആദ്യ കണിക ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള അനിതരസാധാരണമായ പരിണാമ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം രൂപം കൊള്ളുന്നത്. ഈ പരിണാമ പ്രക്രിയയിൽ ഏറ്റവും ചെറുപ്പമുള്ള ജീവികളിലൊന്നാണ് മനുഷ്യൻ അഥവാ ഹോമോ സാപ്പിയൻസ്. 2ാമത്തെ ചോദ്യം, മനുഷ്യൻ ഉണ്ടായത് കുരങ്ങന്മാരിൽ നിന്നാണോ എന്നതാണ്. പരിണാമത്തിൻ്റെ ശ്രേണിയിൽ മനുഷ്യനും ജനിതകമായി നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചിമ്പാൻസിയും ഉൾപ്പെടുന്ന ആൾക്കുരങ്ങുകളെല്ലാം ഏതാണ്ട് 8 മുതൽ 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതുവായ മുൻഗാമിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടായതാണ് എന്നാണ് വിശ്വാസം. അതിൻ്റെ അർത്ഥം ചിമ്പാൻസി പരിണമിച്ച് മനുഷ്യനുണ്ടായി എന്നതല്ല, ചിമ്പാൻസിക്കും മനുഷ്യനും ഒരു പൊതുവായ പൂർവികൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യൻ മരങ്ങളിൽ നിന്നെല്ലാം നിലത്തിറങ്ങി നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യൻ്റെ ഘടനയിൽ ഈ രൂപ വ്യതിയാനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എവിടെയാണ് ജന്മമെടുത്തത്? ഇന്നത്തെ രീതിയിൽ ഹോമോ സാപ്പിയൻസ് ഉടലെടുത്തത് കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഗ്രേറ്റ് റിഫ്റ്റ് താഴ്വരയിൽ നിന്നാണ് എന്നതാണ് നിഗമനം. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ ജബൽ ഇർഹൗണ്ട് എന്ന ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യൻ്റെ തലയോട്ടിക്ക് ഏതാണ്ട് 3 ലക്ഷം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. അതിൻ്റെ അർത്ഥം ഹോമോ സാപ്പിയൻസിൻ്റെ ആവിർഭാവം ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളതാണ് സാരം. അടുത്ത ചോദ്യം, നമ്മോടൊപ്പം ജന്മമെടുത്ത മറ്റ് മനുഷ്യർക്ക് എന്തു സംഭവിച്ചു എന്നതാണ്. മനുഷ്യന് നൽകിയിരിക്കുന്ന ശാസ്ത്രനാമം ഹോമോ സാപ്പിയൻസ് എന്നതാണ്. ഹോമോ എന്ന ജനുസ് അർത്ഥമാക്കുന്നത് മനുഷ്യൻ എന്നാണ്. സാപ്പിയൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിവേകശാലി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിവേകശാലിയായ മനുഷ്യരുടെ ഗണത്തിൽപ്പെടുന്ന കൂട്ടരാണ്. അപ്പോൾ ശാരീരിക ശേഷിയിൽ സമകാലീനരായിരുന്ന മറ്റു മനുഷ്യരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹോമോ സാപ്പിയൻസ് പിന്നിലായിരുന്നു. എങ്കിലും വലിയ മികച്ച തലച്ചോറിൻ്റെ മേന്മയിൽ വഴിയെ നമ്മുടെ ബന്ധുക്കളായ മറ്റു മനുഷ്യരെ എല്ലാം തന്നെ നാം നിഷ്കാസനം ചെയ്തു. ബാക്കിയുണ്ടായിരുന്നവ കാലാകാലങ്ങളിൽ മാറി വന്ന പാരിസ്ഥിതിക മാറ്റങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നശിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഹോമോ സാപ്പിയൻസ് ഇത്ര വലുപ്പത്തിലുള്ള ഒരു തലച്ചോറിന് ഉടമയായത് എന്നുള്ളതാണ്. കൂടുതൽ ബുദ്ധിശക്തിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്നുള്ളതാണ്. കാലാകാലങ്ങളിൽ മാനവരാശിക്കുണ്ടായ ബൗദ്ധികമായ പുരോഗതിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചാൽ പ്രധാനമായും നമ്മൾ ചെന്ന് നിൽക്കുന്നത് മാംസഭക്ഷണം കഴിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഈ മാംസഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ B3 നിക്കോട്ടിനമൈഡ് എന്ന രാസവസ്തു മനുഷ്യരുടെ മസ്തിഷ്ക വികാസത്തിനും
അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചുവെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. ഒരുപക്ഷെ ലോകം കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ഒരു യാത്രയിൽ ഒരു പ്രധാന മാറ്റമായി ഭവിച്ചത് ആഹാര രീതിയിൽ വന്ന ഈ മാറ്റമാണ്. അപഗ്രഥനപരമായ നൈപുണ്യവും ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവും ഘടനാപരമായ മേന്മയും പ്രത്യേകിച്ച് നമ്മുടെ ഈ തള്ളവിരലിനെ പൂർണ്ണമായും കറക്കാനുള്ള സിദ്ധിയും ഒക്കെ കൂടെ ചേർന്നപ്പോൾ ഭൂമിയിൽ മറ്റേത് ജീവിക്ക് മേലും അധീശത്വം സ്ഥാപിക്കാനുള്ള ശേഷിയിൽ ഹോമോസാപ്പിയൻസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. നാം നേരത്തെ പറഞ്ഞുവല്ലോ, ആഫ്രിക്കയിലാണ് ആദ്യത്തെ ഹോമോസാപ്പിയൻസിൻ്റെ ഉത്ഭവം. അവിടെ നിന്ന് മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് അവൻ എങ്ങനെ നടന്നു കയറി എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ നിന്ന് ഉദയം ചെയ്ത മാനവ സമൂഹം അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള കാരണങ്ങൾ വ്യക്തമല്ല. എങ്കിലും ഈ കാലഘട്ടത്തിലുണ്ടായ കാലാവസ്ഥാ മാറ്റം, പ്രത്യേകിച്ച് ഒരു ഗ്ലേഷ്യൽ ഏജസ്, കൂടുതൽ തണുപ്പുള്ള ഒരു കാലഘട്ടം, അതാണ് പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളത് എന്നാണ് ഇന്ന് ശാസ്ത്രം അനുമാനിക്കുന്നത്. അന്നുണ്ടായിരുന്ന മനുഷ്യരിൽ ഏറെ ഭാഗവും ഈ കൊടും തണുപ്പിനെ സഹിക്കാനാകാതെ തന്നെ നശിച്ചു പോയിട്ടുണ്ടാകാം. ഏതാണ്ട് 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ 3-4 തവണ മനുഷ്യരുടെ കൂട്ടപാലായനം ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് സഹാറ പമ്പ് സിദ്ധാന്തം വ്യക്തമാക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ആധുനിക മനുഷ്യൻ നടന്നുപോയ വഴികളൊക്കെ തന്നെയും ഇന്ന് ജനിതക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി, പ്രത്യേകിച്ചും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര പ്രോജക്റ്റിൻ്റെ ഭാഗമായി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇപ്പോഴുള്ള യമൻ, ജിബൂട്ടി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന കടലിടുക്കു കടന്ന് ഒരു വിഭാഗം മനുഷ്യർ യുറേഷ്യൻ വൻകരയിൽ കുടിയേറിയിട്ടുണ്ട്. കടലോരവാസികളായിരുന്ന ഇവർ ഇന്ത്യൻ തീരം വഴി ആൻഡമാൻ ദ്വീപസമൂഹങ്ങൾ കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലും 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലും എത്തി എന്ന് അനുമാനിക്കപ്പെടുന്നു. കുറച്ചു കാലത്തിന് ശേഷം രണ്ടാമത്തെ വിഭാഗം മനുഷ്യർ കരവഴി മധ്യപൂർവ്വ ഏഷ്യയിലും ദക്ഷിണ മധ്യ ഏഷ്യയിലും എത്തുകയും അവിടെ നിന്ന് ഏഷ്യയിലും യൂറോപ്പിലും വടക്കോട്ട് നീങ്ങുകയും ചെയ്തു. 20,000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിഭാഗം ഏഷ്യൻ വേട്ടക്കാർ ദുർഘടമായ പരിസ്ഥിതികൾ താണ്ടി വടക്ക് ആർട്ടിക്കിലും എത്തിച്ചേർന്നു. പിന്നീടുണ്ടായ കാലാവസ്ഥാ മാറ്റത്തിൽ സമുദ്രനിരപ്പ് കുറഞ്ഞു വന്നപ്പോൾ ഏഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള യാത്ര സുഗമമാകുകയും അവസാനത്തെ ഭൂഖണ്ഡമായ അമേരിക്കയിൽ മനുഷ്യൻ എത്തിച്ചേരുകയും ചെയ്തു. ഇതാണ് ഏതാണ്ട് മനുഷ്യവംശത്തിൻ്റെ യാത്രയുടെ ഒരു ചുരുക്കം. വീണ്ടും അടുത്ത ഒരു ചോദ്യം, എനിക്ക് നേരിടേണ്ടി വന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഉൽപ്പത്തിക്ക് ശേഷം മനുഷ്യൻ്റെ ബാഹ്യഘടനയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിച്ചത്? ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആദിമ മനുഷ്യൻ്റെ ചിത്രങ്ങൾ, ത്രിമാന ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവൻ്റെ പ്രധാനമായിട്ടും കാണാൻ കഴിയുക മനുഷ്യൻ്റെ ശരീരം ഏതാണ്ട് രോമാവൃതമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ രോമാവരണത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ രോമത്തിൻ്റെ അളവ് കുറച്ചും കൂടി കുറവാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇരുകാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങിയ ശേഷം ശരീരത്തിൽ അധികമായി ഉണ്ടായ ചൂട് പുറത്തു കളയാൻ കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാകുകയും തദ്വാര മനുഷ്യരുടെ ശരീരത്തിൽ രോമങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തു എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. രണ്ടാമത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, എന്തുകൊണ്ട് ആഫ്രിക്കയിലുണ്ടായ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയപ്പോൾ വിവിധങ്ങളായ നിറം അവരുടെ ശരീരത്തിൽ വന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനും ഉത്തരവുണ്ട്. ഏതാണ്ട് 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കൊടും വരൾച്ചയാണ് ആഫ്രിക്കയിലെ ഇടതൂർന്ന കാടുകളിൽ നിന്ന് മനുഷ്യനെ കൂടുതൽ വരണ്ട തുറന്ന ഭൂഭാഗങ്ങളിൽ എത്തിച്ചത്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ശരീരം മെലാനിൻ എന്ന കറുത്ത വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആഫ്രിക്കയിലെ നീഗ്രോ ഗോത്ര വിഭാഗക്കാരുടെ ശരീര സുരക്ഷയ്ക്ക് പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു കവചമാണ് കറുത്ത നിറം. മനുഷ്യൻ്റെ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേക ജൈവ രാസപ്രക്രിയയും ഇവയുടെ ഉൽപ്പാദനത്തിനെ മൊത്തമായി നിയന്ത്രിക്കുന്ന ജീനുകളും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് മാറിയപ്പോൾ, പ്രത്യേകിച്ചും വടക്കോട്ട് നീങ്ങിയപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത കുറഞ്ഞ പ്രദേശങ്ങളിൽ അവരെത്തിച്ചേർന്നു.
അങ്ങനെ എത്തിച്ചേർന്ന മനുഷ്യരുടെ ശരീരത്തിൽ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിന് പ്രത്യേക ധർമ്മമില്ലാതെ വന്നപ്പോൾ തൊലി വെളുത്തു വന്നു. സൂര്യപ്രകാശം ഉപയോഗിച്ച് ഇവരുടെ ശരീരത്തിൽ കൂടുതലായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് തന്നെ വെളുത്ത തൊലിയുള്ള മനുഷ്യർ ജനിതകമായ അനുകൂല തിരഞ്ഞെടുപ്പിന് പ്രകൃത്യാ തന്നെ വിധേയരാകുകയും ചെയ്തു. പിന്നീടുണ്ടായ സാമൂഹ്യ മാറ്റങ്ങളിൽ കറുത്ത തൊലിയുള്ളവർ അവഗണനയ്ക്കും വംശീയമായ വേർതിരിവുകൾക്കും പാത്രീഭവിച്ചു എന്നത് ഒരു കാലത്തിൻ്റെ ദുര്യോഗമായി കരുതാൻ മാത്രമേ സാധിക്കൂ. അടുത്ത ചോദ്യം, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എന്നാണ് മനുഷ്യരെത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എന്നാലും അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പഠനം, പ്രത്യേകിച്ച് മറ്റ് ശാസ്ത്ര വിഭാഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു സമഗ്രമായ ഒരു പഠനം നടത്തിയിരിക്കുന്നത് ഹാർവാർഡ് സർവകലാശാലയിലെ ഡേവിഡ് റീക്കാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ പ്രശസ്തമായ പല ഗവേഷണ സ്ഥാപനങ്ങളുടെയും ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരുപാട് പഠനങ്ങൾ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ മനുഷ്യൻ്റെ സാന്നിധ്യത്തെ പറ്റിയിട്ട്, പ്രത്യേകിച്ചും ജനിതക സാങ്കേതിക വിദ്യയുടെ DNA പരിശോധന നടത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സമഗ്രമായി കമ്പൈൽ ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ട് ഏർലി ഇന്ത്യൻസ് എന്ന പേരിൽ ടോണി ജോസഫ് ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെല്ലാം, നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ആരൊക്കെയാണ് കുടിയേറ്റക്കാരെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ജനതയെ മൊത്തമായിട്ട് ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നാം എല്ലാം ഭാരതീയരാണ്, നാം എല്ലാം കുടിയേറിപ്പാർത്തവരുമാണ് എന്ന് കാണാൻ കഴിയും. ലോകമെമ്പാടുമുള്ള മനുഷ്യഗോത്രങ്ങളുടെ ഫോസിലുകൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളിൽ നിന്ന് ലഭിച്ച ജീനുകൾ താരതമ്യം ചെയ്തതിൽ ഇന്നത്തെ ഇന്ത്യൻ ജനത ആഫ്രിക്ക, ഇറാൻ, മധ്യ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് 3 വ്യത്യസ്തമായ വഴികളിലൂടെ ഇന്ത്യയിൽ കഴിഞ്ഞ 50,000 വർഷങ്ങളിൽ പല കാലഘട്ടത്തിലായി കടന്നു വന്ന ജനസമൂഹങ്ങളാണ് എന്ന് അനുമാനിക്കാം. ഇവയിൽ ഒന്നാമത്തെ വിഭാഗം ആദ്യം ഇന്ത്യയിലേക്ക് കടന്നു വന്ന തെക്കേ ഏഷ്യയിലെ നായാടികളായ നാടോടികളാണ്. ഇവർ നീഗ്രോ ഗോത്രങ്ങളിൽപ്പെട്ട ഇവരുടെ ബന്ധുക്കളെ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ കാണാൻ കഴിയും. ഇവരാണ് ഓസ്ട്രോ ഏഷ്യൻ ഭാഷകൾ ഇന്ത്യയിൽ എത്തിച്ചത്. രണ്ടാമത്തെ വിഭാഗം ഇന്ത്യയിലെത്തിയത് തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ സാഗ്രോസ് എന്ന പ്രവിശ്യയിൽ നിന്നാണ്. ലോകത്ത് ആദ്യമായി ആടുകളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് ഇവരാണ്. ഇന്ന് ഖസാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഭൂഭാഗത്തെ യുറേഷ്യൻ പുൽമേടുകളെയാണ് നമ്മൾ സ്റ്റെപ്പികൾ എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് നിന്നാണ് ഏതാണ്ട് 4000 മുതൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ആര്യന്മാർ എന്ന് നാം ഇന്ന് വിളിക്കുന്ന മൂന്നാമത്തെ വിഭാഗം കുടിയേറി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇവർ സംസ്കൃതത്തിൻ്റെ പ്രാചീന ഭാഷ്യവും കുതിരസവാരിയിലെ നൈപുണ്യവും ബലി ഉൾപ്പെടെയുള്ള പുതിയ സാംസ്കാരിക ആചാരങ്ങളും ഇന്ത്യയിലെത്തിച്ചു. ഇന്ത്യയിലെ പ്രാചീന ഹിന്ദു വേദ സംസ്കാരത്തിന് ഇത് അടിത്തറ പാകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംസ്കാരമായി നമ്മൾ കാണുന്ന സിന്ധു നദീതട സംസ്കാരമാണ്. സിന്ധു നദീതട സംസ്കാരം എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇറാനിൽ നിന്ന് എത്തിയ കർഷകരും തെക്കേ ഏഷ്യയിലെ നായാടികളുമാണ് സിന്ധു നദീതട സംസ്കാരത്തിന് അടിത്തറ പാകിയത് എന്നാണ് ഇന്ന് ഗവേഷണ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് സ്റ്റെപ്പി പുൽമേടുകളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ കാലിമേയ്ക്കുന്ന ജനവിഭാഗം സിന്ധു നദീതട വാസികളുമായി കൂടിച്ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സ്റ്റെപ്പികളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ജനങ്ങൾ അഥവാ ആര്യന്മാർ സിന്ധു നദീതട സമൂഹങ്ങളുമായി ചേർന്ന് പ്രാചീന ഉത്തര ഭാരതീയർ അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ആൻസെസ്ട്രൽ നോർത്ത് ഇന്ത്യൻസ് എന്ന ഒരു വിഭാഗത്തിന് രൂപം കൊടുത്തു. ഇവരെയാണ് നമുക്ക് ആര്യന്മാർ എന്ന് വിളിക്കാൻ കഴിയുക. തെക്കേ ഇന്ത്യയിൽ ജനങ്ങളെല്ലാം പിന്നീട് പ്രാചീന പരമ്പരാഗത ദക്ഷിണ ഉത്തര ഭാരതീയർ ഇവരെല്ലാവരും ഇടകലർന്നുണ്ടായതാണ് എന്നുള്ളതാണ് നിഗമനം. ഇവരെ ശാസ്ത്രം ഇന്ന് പ്രാചീന പരമ്പരാഗത ദക്ഷിണ ഭാരതീയർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏൻഷ്യൻറ്റ് ആൻസെസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത് ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയം, എങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥകൾ, ഇന്ത്യയിൽ പ്രകടമായി കാണുന്ന ജാതി വ്യവസ്ഥകളും കുടിയേറ്റങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്.
ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്കുള്ള യാത്രയിൽ ആദിമ മനുഷ്യൻ നടന്നു കയറിയ വഴികൾ ഏറെക്കുറെ വരച്ചു കാട്ടുന്നതിൽ ഇന്ന് ആധുനിക ശാസ്ത്രം വിജയിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ലോകമെമ്പാടും നടക്കുന്ന അർത്ഥശൂന്യമായ സംവാദങ്ങളുടെ പൊള്ളത്തരം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യ സമൂഹങ്ങളെ നിറവും തൊഴിലും അനുസരിച്ച് വേർതിരിക്കുന്ന സമ്പ്രദായത്തിൻ്റെ തുടക്കം സ്റ്റെപ്പികളിൽ നിന്നെത്തിയ ഗോപാലകർ ആണ് എന്നുള്ളതാണ് ഏതാണ്ടുള്ള ഒരു ധാരണ. ജനിതകമായി ഇന്ത്യയിലെ ചില ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് ഇവരുമായാണ് ജനിതകമായി സാമ്യം വരുന്നത്. എന്നാൽ വേദകാലഘട്ടത്തിലാണ് ചാതുർവർണ്ണ്യം കുറച്ചുകൂടി പ്രകടമായി ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്രിസ്തുവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി BC 100-ാം ആണ്ടിൽ എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന മനുസ്മൃതിയിലും ജാതി വിട്ടുള്ള കല്യാണങ്ങൾക്ക് ഇന്ത്യയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് വന്ന രാജവംശങ്ങൾ ഈ സമ്പ്രദായം ശക്തിപ്പെടുത്തുകയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇന്ത്യയിൽ ഈ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ആണ് സത്യം. ഇത്തരം ജാതി വ്യവസ്ഥ കൊണ്ട് തന്നെ ജാതികൾക്ക് പുറത്തുള്ള വിവാഹങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഓരോ വിഭാഗവും വ്യക്തമായ ജനിതക സവിശേഷതയുള്ള വംശങ്ങളായി മാറി എന്നുള്ളതാണ് ശാസ്ത്രം വിലയിരുത്തുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ലോകത്ത് ഏത് ഏത് രാജ്യക്കാരെടുത്ത് നോക്കിയാലും ഇത്രയധികം വൈവിധ്യം എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളതിന് ഒരു ഉത്തരമായി കാണും. ഇന്ത്യയിൽ മനുഷ്യ സമൂഹങ്ങളിൽ കാണുന്ന വൈവിധ്യത്തിനും സാംസ്കാരിക വൈവിധ്യത്തിനും മറ്റ് കാരണങ്ങളൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാഹോദര്യ സന്ദേശമായ വസുധൈവ കുടുംബകം ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നതും ഒരു ഇന്ത്യൻ സമൂഹത്തിനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യൻ്റെ യാത്രയെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ആകർഷകമായ ഒരു പഠനം വന്നിരിക്കുന്നത് യുവൽ നോവ ഹരാരി എന്ന് പറയുന്ന ഇസ്രായേലി പ്രൊഫസർ, ചരിത്ര അധ്യാപകനാണ്. അദ്ദേഹം രചിച്ച സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്ന മനുഷ്യൻ്റെ ചരിത്രത്തിൽ 3 പ്രധാന വിപ്ലവങ്ങൾ സംഭവിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആദ്യത്തേത് 70,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച വിവര വിപ്ലവം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയും. രണ്ടാമത്തേത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാർഷിക വിപ്ലവം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റെവല്യൂഷനാണ്. ഈ ശ്രേണിയിൽ ഏറ്റവും അവസാനത്തേത് 500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം സംഭവിച്ച ശാസ്ത്ര വിപ്ലവം അല്ലെങ്കിൽ സയൻറ്റിഫിക് റെവല്യൂഷൻ ആണ്. ഈ വിപ്ലവങ്ങൾ ഒക്കെ ഭൗതികമായി നിലനിൽക്കാത്ത പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനും മെനഞ്ഞെടുക്കാനും മനുഷ്യനെ സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണം, നാം ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ തന്നെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങളാണ്. ഉദാഹരണം, മതം, മുതലാളിത്ത വ്യവസ്ഥ, രാഷ്ട്രീയം. ഇതൊക്കെ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ശേഷി കൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായി നമ്മൾ കാണാത്ത ചില ആശയങ്ങൾ ആവിഷ്കരിക്കാനും അത് മെനഞ്ഞെടുക്കാനുമൊക്കെ ഉള്ള മനുഷ്യൻ്റെ സിദ്ധി കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് വ്യക്തം. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യർ മറ്റ് ജീവജാലങ്ങളെക്കാളും ഏറ്റവും ഭൂമിയിൽ ഏറ്റവും വിജയിയായ ഒരു ജീവിയായത് എന്ന് നമുക്ക് നോക്കാം. സഹജീവികളോട് കൂട്ടുകൂടാനും കെട്ടുകഥകളും കഥകളും വഴക്കമുള്ള ഭാഷയിൽ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാനും ഉള്ള ഒരു സവിശേഷ കഴിവ് മനുഷ്യന് മാത്രം സ്വന്തമാണ്. ഭൂമിയിൽ മറ്റൊരു ജീവിക്കുമില്ലാത്ത ഈ കഴിവ് സാമൂഹ്യവൽക്കരണ പ്രക്രിയയ്ക്കും സഹകരണത്തിനുമുള്ള പുതിയ വാതായനങ്ങൾ തുറന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. സമാന്തരമായി ഏറെക്കുറെ നിശബ്ദമായി സംഭവിച്ച മറ്റൊരു വിപ്ലവമാണ് മതവുമായി ബന്ധപ്പെട്ടത്. മനുഷ്യൻ്റെ യാത്രയിൽ സമ്പത്തിനും സാമ്രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഓട്ടത്തിൽ ഏവരെയും ഒരുമിച്ച് നിർത്തിയ ഒരു പ്രധാന ഘടകം തീർച്ചയായും മതം തന്നെയാണ്. ഏതാണ്ട് 1.5 ലക്ഷം വർഷം നീണ്ട മനുഷ്യൻ്റെ യാത്രയിൽ ഈ മതം എന്ന ആശയം രൂപപ്പെടുന്നത് 5000 വർഷങ്ങൾക്ക് ഉള്ളിലെ ഒരു കാലഘട്ടത്തിലാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അടുത്ത ചോദ്യം സ്വാഭാവികമായും മതവും ശാസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. മതവും ശാസ്ത്രവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ജീവിതത്തിലെ വലിയ ചോദ്യങ്ങൾക്കൊന്നും മാനവരാശിക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് ശാസ്ത്രം ധരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കണ്ടുപിടുത്തങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടുന്ന ഒന്നാണ്. എന്നാൽ പ്രപഞ്ച സത്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുന്നു എന്ന് മതം അനുമാനിക്കുന്നു. എന്നാൽ ശാസ്ത്രം മനുഷ്യൻ്റെ അജ്ഞത അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അക്കാദമിക രംഗത്ത് ഇത്തരം കെട്ടുകഥകളെ അല്ലെങ്കിൽ കൽപ്പിത കഥകളെ നമ്മൾ പല രീതിയിൽ വിവക്ഷിക്കാറുണ്ട്.
ഒരുപക്ഷേ ഇതിനെ ഫിക്ഷൻ എന്ന് നമ്മൾ വിളിക്കാം, അല്ലെങ്കിൽ കൽപ്പിത കഥയെന്ന് വിളിക്കാം, അല്ലെങ്കിൽ സമൂഹ നിർമ്മിതികൾ എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ സാങ്കല്പിക സത്യം എന്ന് വിളിക്കാം. ഒരു സാങ്കല്പികമായ സത്യം മൊത്തം മനുഷ്യരും വിശ്വസിക്കുമ്പോൾ അതൊരു നുണയാവില്ല. അതാണ് ഈ മതത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചതെന്നുള്ളതാണ്. ഇത്തരം കെട്ടുകഥകൾക്ക് ഒന്നിനും ജനിതകമായ ബന്ധമില്ലാത്തതിനാൽ പുതിയ വിശ്വാസങ്ങൾ എത്തുമ്പോൾ അതനുസരിച്ച് മാറാനും മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് രണ്ട് ശ്രദ്ധേയമായ ഗവേഷണ പ്രബന്ധങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മതവുമായിട്ട് ബന്ധപ്പെട്ട, മതത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങളിലാണ്. ഇത് ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളായ സയൻസ്, അതുപോലെ തന്നെ നേച്ചർ എന്നിവയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. മരം, കല്ല്, പർവ്വതങ്ങൾ, സൂര്യൻ തുടങ്ങിയവയെ ആരാധിച്ച് തുടങ്ങിയ മനുഷ്യ സമൂഹങ്ങൾ വലുതായതോടുകൂടി ദൈവങ്ങളെയും ആചാര രീതികളെയും വിപുലീകരിച്ചതായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. സമൂഹങ്ങൾ വലുതും സങ്കീർണവുമായപ്പോൾ അവരെ അടക്കി നിർത്താൻ ദൈവകോപത്തിൻ്റെയും അനുസരിച്ചില്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷകളെയും കുറിച്ചുള്ള ഭീഷണികൾ അനിവാര്യമായി വന്നു എന്നുള്ളതാണ്. വഴിതെറ്റുന്നവരെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾ സങ്കീർണമായ ഈ സമൂഹങ്ങളിൽ അനിവാര്യമായി മാറുകയും ചെയ്തു. ഒപ്പം ഇതൊക്കെ നോക്കി നടത്താൻ പ്രബലരായ ഗോത്ര തലവന്മാരും ഉണ്ടായി എന്നുള്ളതാണ് കാലത്തിൻ്റെ യാത്രയ്ക്കൊപ്പം. ദൈവങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും തദനുസരണമായ മാറ്റങ്ങൾ ഈ കാലങ്ങളിലെല്ലാം വരികയും ചെയ്തു. ലോക ചരിത്രത്തിലൊക്കെയും സങ്കീർണമായ സമൂഹങ്ങൾ ദൈവങ്ങളെ, അതുപോലെ തന്നെ ദൈവസങ്കല്പങ്ങളെ ആചാരവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രാതീത കാലം മുതൽ, അതായത് ഏതാണ്ട് തുടങ്ങി സോക്രട്ടീസിൻ്റെ കാലഘട്ടത്തിലൂടെ, പരിണാമവാദിയായിരുന്ന ഡാർവിൻ്റെ സമയത്തിലൂടെ ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇത്തരം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തിരുന്ന ജനത നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോവുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. മതമില്ലാതെ മാനവ സമൂഹത്തിന് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനുത്തരമുണ്ട്. ശാസ്ത്രജ്ഞർ, സമൂഹശാസ്ത്രജ്ഞർ, ബുദ്ധിജീവികൾ തുടങ്ങിയവർ കരുതിയിരുന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെ വരവ് മതനിരപേക്ഷതയെ അരക്കിട്ടുറപ്പിക്കും എന്നാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ മതനിരപേക്ഷത ഇല്ലാത്തതും അതിദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നതുമായ സർക്കാരുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നിലവിൽ വരികയാണ് ഉണ്ടായത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിൽ എന്ന പോലെ മതങ്ങളിൽ നിങ്ങളെ ദുർബലമാക്കുന്ന എല്ലാറ്റിനെയും തള്ളിക്കളയുക എന്നുള്ളതാണ്. വിശ്വവിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രമില്ലാത്ത മതം മുടന്തുള്ളതും മതമില്ലാത്ത ശാസ്ത്രം കാഴ്ചയില്ലാത്തതുമാണ് എന്നാണ്. മതത്തിലെ തെറ്റുകളെയും അന്ധവിശ്വാസങ്ങളെയും ശുദ്ധീകരിക്കാൻ ശാസ്ത്രത്തിന് കഴിയും എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അഭിപ്രായവും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. പുതിയ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് രൂഢമൂലമായിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയല്ല, മറിച്ച് ഇവയിലെ ശരികേടുകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ സമയാസമയങ്ങളിൽ ഇടപെടലുകൾ നടത്തി ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി ഈ കഴിഞ്ഞ ഒരു 10,000 വർഷങ്ങളിൽ മാനവ സമൂഹം നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10,000 വർഷങ്ങളുടെ കാലയളവിൽ മനുഷ്യൻ നിരവധി വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിൽ പ്രധാനം ക്ഷാമം, പ്ലേഗ്, യുദ്ധങ്ങൾ എന്നിവയാണ്. ഇതിൽ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ബംഗാൾ ക്ഷാമത്തിൻ്റെ ഒരു കഥ എടുക്കാം. 1943 ഇത് സംഭവിക്കുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു ക്ഷാമം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഉണ്ടായി വരാൻ. അതിലെ ജനസംഖ്യാ വിസ്ഫോടനം, പരിസ്ഥിതി മാറ്റങ്ങൾ, കൃഷിയിടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഉൽപ്പാദനക്കുറവ്, ഭക്ഷ്യ ദൗർലഭ്യം, ഇതൊക്കെ ക്ഷാമത്തിന് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ 1943 ബംഗാൾ ക്ഷാമം ഏതാണ്ട് 3 ലക്ഷം മനുഷ്യരുടെ ജീവനാണ് അപഹരിച്ചത്. ഭക്ഷ്യക്ഷാമത്തിന് പുറമെ മലേറിയ, പോഷകാഹാരക്കുറവ്, ശുചിത്വക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിനെ കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തു. എന്നാൽ
അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ, പ്രത്യേകിച്ചും കാലാവസ്ഥാ വിവര ശേഖരണം നടത്തി പുറത്തു വന്നിരിക്കുന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ബംഗാൾ ക്ഷാമം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ രാഷ്ട്രീയ നടപടികൾ മൂലമാണ് രൂക്ഷമായത് എന്നുള്ളതാണ്. കാലാവസ്ഥാ രേഖകൾ അനുസരിച്ച് 1943 കാര്യമായ വരൾച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ യുദ്ധസമയത്ത് ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കരുതൽ ശേഖരമായി കടത്തുകയാണ് ചർച്ചിൽ ചെയ്തത്. ഒപ്പം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കഥയാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജപ്പാൻ അധിനിവേശം മുന്നിൽ കണ്ട് അവർക്ക് വിഭവങ്ങൾ നിഷേധിക്കാനായി ആയിരക്കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റിയ ബോട്ടുകൾ ബ്രിട്ടീഷ് സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ നടപടിയെ ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായും ചർച്ചിലിൻ്റെ ഉത്തരം ഇതായിരുന്നു: ഇന്ത്യക്കാർ പന്നികളെപ്പോലെ പെറ്റുപെരുകുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നടപടിയെ ന്യായീകരിക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞു: ഇന്ത്യക്ക് ഭക്ഷ്യധാന്യം എത്തിയില്ല എങ്കിൽ മഹാത്മാഗാന്ധി വീണ്ടും അവിടെ ജീവനോടെ ഇരിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ, ഇന്ന് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കൊറോണ അല്ലെങ്കിൽ നോവൽ കൊറോണ വൈറസ് COVID-19 എന്ന മഹാമാരിയെ പറ്റിയിട്ടാണ്. എന്നാൽ യൂറേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും പടർന്നു പിടിച്ച, പ്രത്യേകിച്ചും 14-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് ഇല്ലാതാക്കിയത് ഏതാണ്ട് 20 ദശലക്ഷം ജനങ്ങളെയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ജനസംഖ്യയുടെ 30 മുതൽ 60% വരെ ജനങ്ങൾ ഈ ഒറ്റ രോഗം കൊണ്ട് മാത്രം തുടച്ചു നീക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഇടപെടൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന ചോദ്യത്തിന് അക്കാലത്ത് ഇതൊക്കെ ദൈവകോപത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ള ഉത്തരമാണ് കിട്ടിയത്. ഈ ക്ഷാമത്തിൻ്റെ കാലത്തും മഹാമാരിയുടെ കാലത്തും മാലാഖമാരോ ദൈവങ്ങളോ പ്രത്യയശാസ്ത്രങ്ങളോ സാമ്പത്തിക മോഡലുകളോ മാനവരാശിയുടെ സഹായത്തിന് എത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്ന് ലോകത്തെമ്പാടും ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരമുണ്ടെങ്കിൽ രൂക്ഷമായ ക്ഷാമം എവിടെയും കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കാർഷിക ജൈവ വൈവിധ്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സമൂഹം കർഷകരോട് ചേർന്ന് നടത്തിയ ഇടപെടലുകൾ ആണെന്ന് മനസ്സിലാക്കും. എലികളാണ് രോഗാണുവാഹകർ എന്ന് കണ്ടെത്തിയ ശാസ്ത്ര സമൂഹം വാക്സിൻ കണ്ടെത്തുന്നത് വരെ ഈ പ്ലേഗുമായി ബന്ധപ്പെട്ട മരണങ്ങൾ തുടർന്നു എന്നതാണ് വാസ്തവം. അവിടെ ഒന്നും ഈ പറഞ്ഞ മതങ്ങളൊന്നും മനുഷ്യ സമൂഹത്തിൻ്റെ സഹായത്തിന് ഉണ്ടായില്ല എന്നും കൂടി നമ്മൾ ഓർക്കണം. മൂന്നാമത്തെ പ്രശ്നം യുദ്ധങ്ങളാണ്. മാനവരാശിക്ക് ഏറ്റവും ഭീഷണി ഉയർത്തിയ മറ്റൊരു പ്രശ്നം യുദ്ധങ്ങളാണ്. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം വരെ ഒരുപാട് മനുഷ്യർ യുദ്ധത്തിൻ്റെ കെടുതികൾക്ക് ഇരയാകുകയും അതുപോലെ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധങ്ങൾ കൊണ്ട് മരിക്കുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ഇത് 1,00,000-1 എന്ന അളവിലും താഴെ എത്തിയിരിക്കുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട് യുദ്ധങ്ങൾ കുറയാൻ. ഒന്ന്, ജനാധിപത്യ സംവിധാനങ്ങൾ ലോകമെമ്പാടും വളരെ ശക്തമായിരിക്കുന്നു. യുദ്ധത്തിനെതിരെയുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചിരിക്കുന്നു. അധികാര സ്ഥാനങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ സ്വാധീനം കൂടിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാരണങ്ങളായി കണക്കാക്കാൻ കഴിയുമെങ്കിലും പ്രധാന കാരണം ഇതൊന്നുമല്ല. നവലിബറൽ കാലഘട്ടത്തിൽ രാജ്യങ്ങൾക്ക് കച്ചവടത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരിക്കലും സ്വീകാര്യമാവില്ല. ഒപ്പം ആക്രമിച്ച് കീഴടക്കുന്നത് ബുദ്ധിമോശമാണെന്നും വാണിജ്യമാണ് കീഴ്പ്പെടുത്തലുകളുടെ പുതിയ സൂത്രവാക്യമെന്നും നവ ലിബറലിസത്തിൻ്റെ വക്താക്കൾക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. എന്നാൽ യുദ്ധത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഭീതി നിരന്തരമായി നിലനിർത്താൻ എല്ലാ ഭരണകൂടങ്ങളും ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യും. ഇനി ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയത്തിലേക്ക് വരാം. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പ്രധാന ഭീഷണി തീവ്രവാദ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം പ്രതിവർഷം ഏതാണ്ട് 25,000 പേരാണ് ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിൽ അമേരിക്കയിൽ ഒരു വർഷം കൊല്ലപ്പെടുന്നത് 10 പേർ മാത്രമാണ്. എന്നാൽ ഓരോ വർഷവും പ്രമേഹ രോഗം കൊണ്ട് പ്രതിവർഷം 3.5 ദശലക്ഷം പേർ മരണപ്പെടുന്നുണ്ട്. വായു മലിനീകരണം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് 7 ലക്ഷം മനുഷ്യരും മരണപ്പെടുന്നുണ്ട്. യുദ്ധങ്ങളും കുറ്റകൃത്യങ്ങളും കൊണ്ട് മരണപ്പെടുന്ന ജനങ്ങളെക്കാൾ അധികം പേർ എല്ലാ വർഷവും ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുമുണ്ട്. ഏതാണ്ട് 8 ലക്ഷം വ്യക്തികൾ, 40 സെക്കൻഡിൽ ഒരാൾ എന്ന തോതിൽ. പക്ഷേ ഇപ്പോഴും നമ്മളെ ധരിപ്പിക്കുന്നത് തീവ്രവാദമാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി എന്നുള്ളതാണ്.
ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. വന്യജീവികൾ മനുഷ്യന് ഭീതി ഉണ്ടാക്കുന്നു, മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. സിംഹം, കടുവ, ആന, പാമ്പ് തുടങ്ങിയ വന്യജീവികളല്ല, മറിച്ച് കൊതുകാണ് ഓരോ വർഷവും മനുഷ്യരെ ഭൂമിയിൽ ഏറ്റവും അധികം മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഏതാണ്ട് 8 ലക്ഷം പേർ. എന്നാൽ പാമ്പ് കടിയേറ്റൊരു വർഷം മരിക്കുന്നത് 60,000 പേർ. സിംഹത്തിൻ്റെ ആക്രമണം കൊണ്ട് കേവലം 100 പേർ മാത്രം. അടുത്ത ചോദ്യം, യുദ്ധമില്ലാത്ത അല്ലെങ്കിൽ യുദ്ധം കുറയുന്ന ലോകത്തിൽ എന്തിനാണ് ഇത്രയും ആയുധങ്ങൾ എന്നുള്ളതാണ്. ഇത് വീണ്ടും ഈ നവ ലിബറൽ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം, പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങൾക്ക് ആയുധം കച്ചവടം നടത്തുക എന്നുള്ളത് മാത്രം. യുദ്ധവും ഭീകരവാദവും മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാക്കി നിലനിർത്തുന്നത് പിന്നിലെ വാണിജ്യ താൽപ്പര്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആഗോളതലത്തിൽ യുദ്ധോപകരണ കച്ചവടം ഏതാണ്ട് 100 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. കാര്യമായ യുദ്ധങ്ങൾ ഉണ്ടാകാത്ത കഴിഞ്ഞ 5 വർഷങ്ങളിൽ യുദ്ധോപകരണ കച്ചവടം 10% വളർച്ച രേഖപ്പെടുത്തി. കയറ്റുമതിയുടെ പകുതിയിലധികവും കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും ശീത യുദ്ധത്തിനു ശേഷം അമേരിക്കയും റഷ്യയുമാണ്. ലോകത്തെ ആയുധ കച്ചവടത്തിൻ്റെ 36% അമേരിക്കയും 21% റഷ്യയും കൈകാര്യം ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അമേരിക്കയുടെ ആയുധ കയറ്റുമതി പ്രധാനമായും നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി ലോകത്തെ ആയുധങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അത് 1-ാം സ്ഥാനം ഇന്ത്യയാണ്. 2013-17 കാലഘട്ടത്തിൽ ഇറക്കുമതിയിൽ 24% വർധനയുണ്ടായിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ നടക്കുന്ന ആയുധ ഇറക്കുമതിയുടെ ഏതാണ്ട് 10%-ഓളം വരും. നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആയുധം വാങ്ങലിനുമായി മാറ്റിവെക്കുന്നു. എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഇതിന് ഉള്ള കാര്യമായ വർധനവ് ഇക്കാലങ്ങളിൽ ഉണ്ടാകുന്നുമില്ല എന്നുള്ളതാണ് സത്യം.